ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ ജസ്ന സലീം ആണ്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ ഞാനാണേലും ഈ ജന്മാഷ്ടമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അരിപ്പായസം അരിപ്പായസം സേമിയ പായസം പിന്നെ അടപ്രഥമൻ ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ കൊണ്ട് വെക്കുകയാണ് പതിവ്. നമ്മൾ അങ്ങനെ സാധാരണ ചെയ്യാറുള്ളൂ. ഇത് എപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രം കാരണം നേരെ പോയേക്കുക എവിടെ, ഗുരുവായൂർക്ക്. ഈ മഴയും പിടിച്ച് നമ്മളിപ്പോ എല്ലാവരും പത്തനംതിട്ടയിലായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, മലപ്പുറത്തായിക്കോട്ടെ, എവിടൊക്കെയാന്ന് പറഞ്ഞാലും അങ്ങോളും ഇങ്ങോളും മഴ പെയ്ത് നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന നിന്റെയൊക്കെ ഈ മനസ്സുണ്ടല്ലോടി, അതൊക്കെ ഭയങ്കരം തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിന്റെ അവിടുത്തെ എന്താ കാല് തളർന്നു പോയി, കാല് മുറിച്ചു മാറ്റണം, അതൊക്കെ ശരിയായോ? അവര് കേസ് കൊടുത്തപ്പോ അങ്ങ് ശരിയായല്ലേ? ഇനിയിപ്പൊ എങ്ങനെ ജീവിക്കും? നമുക്ക് എന്തായാലും കുറച്ച് പോർഷൻസ് പുള്ളിക്കാരി കണ്ണന് എന്താ മൂന്നാമത്തെ മകനെ പോലെ കാണുന്ന പോലും കൊള്ളാം. സാധാരണ ശിവനായിക്കോട്ടെ, ഞാൻ ഈ വിളിക്കുന്ന ശ്രീരാമനായിക്കോട്ടെ, ആരെയാണേലും ഞാനൊക്കെ അച്ഛ അമ്മ എന്നൊക്കെയാ വിളിക്കുന്നത്. ഞങ്ങളെല്ലാവരും ദൈവത്തിന് നമ്മുടെ അച്ഛനും അമ്മയും പോലെ തന്നെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇവിടെ വേറൊരാള് എന്റെ മകനെ പോലാണ്. കഴിഞ്ഞ ജന്മത്തിലും അതിന്റെ മുമ്പത്തെ ജന്മത്തിലും എല്ലാം നീയായിരുന്നു യശോദാമ്മ. അല്ല, എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചത്. അങ്ങനെ വല്ല കണക്ഷൻസ് ഉണ്ടോ നിങ്ങൾ തമ്മില്? അല്ല, എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നേ. കൃഷ്ണന്റെ ഒരു അവസ്ഥ കണ്ടോണം. ഒരുത്തി കാരണം എന്തെല്ലാം അനുഭവിക്കണം. ഇവിടെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഓരോരുത്തര് ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറണോ വേണ്ടായോ, വെള്ളം കേറത്തില്ലയോ, എന്തുവായി തീരും, നാളെ എങ്ങനെ പോകും, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഓരോ നിമിഷവും തീ തിന്ന് നിൽക്കുന്ന സമയത്ത് അവളുടെ പായസം ഇതുപോലെ ഒരെണ്ണത്തിന് റയർ പീസ എങ്ങും കിട്ടത്തില്ല. ഇതുപോലെ ഒരെണ്ണത്തിന് എങ്ങനെ ഒപ്പിച്ചെടുത്ത് തന്നേ നിങ്ങള് ഈ ഒരു റയർ പീസ്? കൊള്ളാം. എന്തായാലും ഇതൊന്നും നമുക്ക് കണ്ടു നോക്കാം. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം ഇതെന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയുമായി എല്ലാം തമ്മിൽ തല്ലിക്കാൻ എന്തൊക്കെ പറ്റൂ അതെല്ലാം ചെയ്യും. എന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തു വെക്കും. അതെല്ലാം ചെയ്യും. ഏതൊക്കെ തരത്തില് ചെയ്യാൻ പറ്റുമോ, തമ്മിൽ തല്ലിക്കാൻ പറ്റുമോ, അത് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം അതിനകത്ത് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്, ഇവള് ഞങ്ങളുടെ മതത്തിലുള്ളതാണ്, സഹോദരങ്ങളെ നിങ്ങൾ പറയരുതേ എന്നും പറഞ്ഞുണ്ട്. കാരണം അത്രയ്ക്ക് അറപ്പാണ് നിന്നോട്. നിന്റെ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും നിന്നോട് അത്രയ്ക്ക് വെറുപ്പാണ്. ഹോസ്പിറ്റലിലെ ഡ്രാമയെല്ലാം കഴിഞ്ഞു. അവിടുന്ന് എന്തായാലും
ഒന്നും കിട്ടാൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞു. അടുത്തത് ഇനിയിപ്പം പിന്നെയും ഗുരുവായൂര്. ഓൾറെഡി ഹൈക്കോടതിയിൽ നിന്ന് വിലക്കുള്ളതാണ് അവിടെ പോവരുത് എന്നുള്ളത്. അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കരഞ്ഞ് വിളിച്ച് മെഴുകി എന്തെല്ലാം കോപ്രായം കാണിച്ചത്. എന്നിട്ട് ലേശം ഉളുപ്പുണ്ടെങ്കിൽ നീ ഈ പരിപാടിക്ക് പോകുമായിരുന്നു ഡി. കേക്ക് മുറിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഓ, എന്റെ മോനാ കൃഷ്ണൻ. ഓ തമ്പ്ര എന്നും പറഞ്ഞ് നിക്കട്ടെ ഞങ്ങള് തമ്പ്രാട്ടിയെ കാണാന്. എന്തേ തമ്പ്രാട്ടി, അടിങ്ങൾക്കൊന്നും അറിയത്തില്ലേ? എന്തേലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ തമ്പ്രാട്ടിയെ? പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. കാരണം ഞങ്ങക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പാപങ്ങളടിയന്. നിന്നോടൊക്കെ ഏത് ഭാഷയിൽ എന്ത് പറഞ്ഞാലാ മനസ്സിലാവുന്നേ? ഇങ്ങനെയോ ഉണ്ടോ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നടക്കുന്ന കുറെ എണ്ണങ്ങള്? കൊള്ളാം സ്വഭാവം. നിന്റെ പിന്നില് അലസ്ത പാലക്കല് അവരുടെ കാര്യത്തില് കുറച്ചൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ നിന്റെ കാര്യത്തില് അവര് പറയുന്നത് കറക്റ്റാ. നിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് മോളെ. അതെപ്പോഴും മൂടിക്കെട്ടി വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരും. അതുപോലെ തന്നെ നിന്റെ പുറകിൽ ആരാ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തോ പറയണ്ടേ? ഏതൊക്കെ രീതിയിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാവോ അതെല്ലാം ട്രൈ ചെയ്ത് ഒന്നും നടക്കുന്നില്ല എന്ന് വന്നപ്പോ ഹോസ്പിറ്റലിലെ ഡ്രാമ, അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം, കണ്ണന് പായസം. കൊള്ളാം. കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ ബിസിനസ് ഉണ്ട്, ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അതെന്താ ജസ്റ്റ് നിനക്ക് മാത്രം അങ്ങനെ ബിസിനസ് ഇല്ലാത്തത്? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ബിസിനസ് ആണല്ലോ. നിനക്ക് മാത്രം എന്താ ഈ ബാക്കിയുള്ള ഫോട്ടോസ് ഒന്നും വരയ്ക്കാൻ പറ്റാത്ത? ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ത്രിപുര സുന്ദരിയാ. ഇപ്പൊ ഒരു ക്യാൻവാസ് വലുത് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് എനിക്കൊരു ഓർഡർ കിട്ടിയത്. അതേതാന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതേതാന്ന് ഞാനിപ്പൊ പറയുന്നില്ല. അത് വേറൊരു ഫോട്ടോ. എന്നാലും നിന്നെ പോലെ ഇങ്ങനെ ഈ മതം പിടിച്ച് വിദ്വേഷം ഉണ്ടാക്കി മതങ്ങളെ തല്ലാൻ നിൽക്കുന്ന നിന്നെ പോലുള്ളവർക്ക് മാതൃക രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കണം. ഇതിന് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. നീ അത്രത്തോളം സമൂഹത്തിന് നാശമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അവിടെ പല കാര്യങ്ങൾക്കും ഏതൊക്കെ രീതിയിലുള്ള ചീത്തഭാഷകളാണ്. ശരിക്കും പറഞ്ഞ നീയുമായിട്ടുള്ള പോര് തുടങ്ങിയതിന് ശേഷം ഞാനും ചെയ്തു തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ ഇങ്ങനൊരു ആളെ അല്ലായിരുന്നു. ആർക്കും ഇങ്ങനൊരു ശോഭയെ അറിയത്തുമില്ലായിരുന്നു. അവരെ സഹായിക്കാൻ വന്നു, അങ്ങനെ നീയുമായിട്ട് കുരുത്തവ, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ നമ്മൾ തമ്മിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. അങ്ങനെ നീ കളിയാക്കി, ഞാൻ കളിയാക്കി, അങ്ങനെ 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 അങ്ങ് പോയി. എന്നാൽ കൊള്ളാം, എന്തോ ചെയ്യണ്ട, ചിരിക്കാ വരുന്നത്. അതുകൊണ്ട് പാറ്റ പോകുന്നു. പാറ്റ പാറ്റ പാറ്റ. ഈ നീയാണോ കൃഷ്ണന് അവിടെ ഇത് കൊണ്ട് കൊടുത്തത്? അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അമ്പലത്തില് സാധാരണ ആൾക്കാര് ഇവിടെ ആരും അങ്ങനെ കൊണ്ടു കൊടുക്കത്തില്ല. പൂക്കള് കൊണ്ടു കൊടുക്കും. ഇവിടുള്ള പ്രദേശങ്ങളില് ഞാനും കൊണ്ടു കൊടുക്കാറുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഗുരുവായൂർ അമ്പലത്തില് ആ ഗുരുവായൂർ പ്രത്യേകത എന്താ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണത്. എപ്പോ? ദ്വാരകയില് കടലെടുക്കുന്ന സമയത്ത് അവിടുന്ന് വായുദേവനെയും കൂട്ടി ഒരു മഹർഷിയെ പറഞ്ഞേൽപ്പിച്ച് പോയതാണ്. ആ പോയ വഴിക്കാണ് അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ്, വായുമാർഗം ചെന്നപ്പോഴാണ് മഹാദേവനെ കാണുന്നതും ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നതും. ശ്രീകൃഷ്ണൻ പറഞ്ഞു വിട്ടു, ഉത്തമമായ ഏതെങ്കിലും ഒരു സ്ഥലം കാണുവാണെങ്കിൽ അവിടെ പ്രതിഷ്ഠിച്ചോ. ഇവര് ചെന്ന് നോക്കിയപ്പം കടലില്, ദ്വാരകയിലെ കടലില് ഈ വിഗ്രഹം ശ്വസിച്ച് കിടക്കുകയാണ്. ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു വിഗ്രഹമാണ്. കൃഷ്ണന്റെ, അതായത് മഹാവിഷ്ണുവിന്റെ ആ ചൈതന്യമുള്ള വിഗ്രഹമാണ്. അതുകൊണ്ടാണ് അവിടെ പല രീതിയിലുള്ള വിലക്കുകളും വന്നത്. നീ ഒറ്റൊരുത്തി കാരണം. ഇപ്പൊ ഞാൻ എന്റെ പിള്ളേരെയും കൂട്ടി പോയാൽ പോലും ഞങ്ങൾ അവിടെ ചെന്നു എന്നതിന് ഒരു ഫോട്ടോ പോലും എടുത്തു വെക്കാൻ പറ്റത്തില്ല.
അത്രയ്ക്ക് വൃത്തികെട്ട പരിപാടി കാണിച്ചു വെച്ചവളാണ് നീ. അതുപോലെ നിന്നോട് എല്ലാവർക്കും എതിർപ്പുള്ളൊരു കാര്യമാണ്. ഞാനും പണ്ട് ഇങ്ങനെ ഒരു മുസ്ലിം പെണ്ണ് ഫോട്ടോ വരയ്ക്കുന്നു കൃഷ്ണനെ കുറിച്ച് വെച്ച് എന്നൊക്കെ വിചാരിച്ചപ്പോ ഞാനും വിചാരിച്ചു നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു ഞാനും അന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാരോടും പറഞ്ഞു നടന്നിട്ടുണ്ട്. ഞാൻ എല്ലാരോടും പറഞ്ഞു നടന്ന കൂട്ടത്തില. അന്ന് എനിക്ക് യൂട്യൂബ് വന്ന സമയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ തുടങ്ങുന്ന 2020 പിന്നീടല്ലേ നിന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായി വന്നത്. എന്നെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, മറ്റേത് മറിച്ചത് എന്തൊക്കെയായിരുന്നു. ഹോസ്പിറ്റൽ കേസ് എന്തായി മോളെ? ഇത്രയും നാളായിട്ട് നിനക്ക് അറിയത്തില്ലായിരുന്നു? ഇത്രയും നാളായിട്ട് നീ അവിടെ പോയിട്ട് നിനക്ക് അറിയത്തില്ല ഈ പറഞ്ഞ പോലെ അവിടെ ഇതൊന്നും വാങ്ങിക്കത്തില്ല എന്നുള്ള കാര്യങ്ങള്? പൂക്കള പോലും അവിടെ എടുക്കത്തില്ല. അത്രയ്ക്ക് വ്രതശുദ്ധിയോടെ മാത്രമേ അവിടുത്തെ ആചാര്യന്മാര് പറയുന്ന അനുസരിച്ച് അവിടെ ഉള്ള നമ്മുടെ റൂൾസ് പ്രകാരം അവിടെയുള്ള തന്ത്രിമാർക്ക് അതിന് പായസം നിവേദിക്കാനും കാര്യങ്ങൾക്കും എല്ലാം അവകാശമുള്ളൂ. നീ എന്ത് വിചാരിച്ചിട്ട് ഈ കിടന്ന് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പേക്കൂത്ത്? കൃഷ്ണൻ ഏത് വകയില നിന്റെ മൂന്നാമത്തെ മകനാവുന്ന? അല്ല, ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നത്. അച്ഛനായിട്ട് കാണാം, അതൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ മകനാവുന്നത് ഏത് വകയില? ഒരമ്മമാരും അങ്ങനെ അല്ലല്ലോ കാണുന്നേ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കൃഷ്ണ, എന്റെ മകനെ എന്ന് ഏതേലും അവിടെയുള്ള ഭക്തജനങ്ങൾ വിളിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാനവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കുറച്ചായിട്ടേ ഉള്ളൂ വരാതിരിക്കുന്നത്. നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇപ്പൊ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. എന്തായാലും വരാനായിട്ട് ഇരിക്കുവാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം. ആ സമയത്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണിക്കണം നീ. അതിനുള്ള തൻ്റെ ഇടം ഉണ്ടോ നിനക്ക്? അതിനുള്ള തൻ്റെ ഇടം ഉണ്ടോ നിനക്ക്? ഈ വർഗീയ വിഷം തുപ്പുന്ന ഇവളെയൊക്കെ പിടിച്ച് അടിച്ച് ശരിക്കും പറഞ്ഞ എന്താ പറയാ, നിന്റെ നാട്ടില് ശരിക്കും നട്ടലുള്ള ആമ്പിള്ളേരാരും ഇല്ലേ? അല്ലെങ്കിൽ സ്ത്രീകളില്ലേ? നല്ല അടി കിട്ടാത്തതിന്റെ സോക്കേടെ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമയം ഇവിടെ വല്ലതായിരുന്നുണ്ടായിരുന്നെങ്കിൽ അടിച്ചൊടിച്ച് നടുവ് ചവിട്ടി ഓടിച്ച് കയ്യും തല്ലി ഓടിച്ച് ഇവിടെ ഏതേലും വീട്ടിൽ ഏതേലും ഒരു മൂലയ്ക്ക് അവിടെ ഇട്ടയാണ്. പിന്നെ ഇനി ഇത് ഞാനിത് വീഡിയോ ചെയ്തു എന്ന പേരില് എന്നെ വല്ലം എന്റെ മക്കളെയോ എന്റെ അച്ഛനെയോ അമ്മയോ വല്ലം പറഞ്ഞോണ്ട് വന്നാല് അവിടെ വന്ന് നീ പറഞ്ഞതിന്റെ അപ്പുറം ഞാൻ ചെയ്ത് കാണിക്കും. അതിലൊരു ഇത് കാണിക്കത്തില്ല ഞാൻ, അത് ഉറപ്പുള്ള കേസാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പം ഞാൻ കുറച്ച് നേരമായിട്ടേ ഉള്ളൂ വന്നു കുളിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, നേരെ വീഡിയോ ചെയ്തില്ല. അതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് കയറി. ഇന്ന് ഫുൾ എരവേരി പോയി, നല്ലാട് പോയി, അത് കണ്ട് പിന്നെ ചെട്ടുമുക്ക് പോയി, പിന്നെ ആറന്മുള പോയി. അമ്പലത്തിന്റെ അവിടൊന്നും നമുക്ക് എടുക്കാനേ പറ്റത്തില്ല, കാരണം അതുപോലെ വെള്ളമാണ്. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെള്ളം നല്ലതുപോലെ പെയ്യുന്നും ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അവിടുത്തെ പോർഷൻസ് ഒന്നും ചെയ്യാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. സോറി. ഞാൻ എന്റെ മാക്സിമം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും എന്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.